നമസ്കാരം ഡോക്ടർ. നമസ്കാരം. എന്താണ് ശ്രീലക്ഷ്മിയുടെ ബുദ്ധിമുട്ട്? ഡോക്ടർ, ഒരാഴ്ച അസഹ്യമായ ചൊറിച്ചിലാണ്. രാത്രിയിലാണ് കൂടുതൽ. ഇത് കാരണം ഉറങ്ങാൻ കൂടെ പറ്റുന്നില്ല. ശ്രീലക്ഷ്മി കൂടുതൽ ചൊറിച്ചിൽ? വിരലുകൾക്കിടയിൽ, കൈകാൽ മടക്കുകളിൽ, കക്ഷത്തിൽ, അടിവയറ്റിൽ, മൂത്രമൊഴിക്കുന്ന ഭാഗത്ത്, തൊടയിൽ, അങ്ങനെ ശരീരം മുഴുവൻ ചൊറിച്ചിലുണ്ട് ഡോക്ടർ. ശരി, വീട്ടിൽ എത്ര പേരുണ്ട്? അവർക്കൊക്കെ ഇങ്ങനെ ചൊറിച്ചിലുണ്ടോ? മൊത്തം 5 പേരുണ്ട് ഡോക്ടർ. ഞാൻ, ഭർത്താവ്, 1.5 മാസം പ്രായമുള്ള ഒരു കുട്ടി, പിന്നെ 6 വയസ്സുള്ള ഒരു കുട്ടി, ഭർത്താവിൻ്റെ അച്ഛൻ. ആദ്യം ചൊറിച്ചിൽ വന്നത് എൻ്റെ മകനാണ്. അവൻ ഒരു സ്കൂളിൽ നിന്ന് ടൂർ പോയെന്ന് വന്നതിന് ശേഷമാണ് അവന് ചൊറിച്ചിൽ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ അച്ഛന് ഷുഗറുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക്. ശരി, ആ കട്ടിലിൽ കയറി കിടന്നോളൂ ശ്രീലക്ഷ്മി, ഒന്ന് പരിശോധിക്കട്ടെ. എന്താണ് ഡോക്ടർ ഈ അസുഖം? എന്താ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചൊറിച്ചിൽ വരുന്നത്? വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ചർമ്മരോഗമാണ് സ്കാബിസ്. സാർകോപ്റ്റസ് സ്കാബി വാർ ഹോമിനിസ് എന്ന നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചെല്ലു വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഈ ജീവി തൊലിയുടെ പുറംപാളിയിലെ കോശങ്ങളെ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. അതിൽ സൂക്ഷ്മമായി ബറോസ് എന്ന് വിളിക്കുന്ന സുഷിരങ്ങൾ ഉണ്ടാക്കി അതിൽ മുട്ടയിട്ട് ജീവിക്കുന്നു. തൊലിപ്പുറമെ ചെറിയ കുരുക്കളായോ അതല്ലെങ്കിൽ ഈ ജീവി സഞ്ചരിക്കുന്ന പാത ഈ ബറോസിൽ ചുവപ്പ് നിറത്തിലോ ഈ അസുഖം പ്രത്യക്ഷപ്പെട്ടേക്കാം. ഈ ജീവിയോടും അതിന്റെ മുട്ടയോടും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു അലർജിക് റെസ്പോൺസ് ആണ് നമുക്ക് ചൊറിച്ചിലായി അനുഭവപ്പെടുന്നത്. ഈ കുരുക്കളിൽ ശക്തമായി രോഗി ചൊറിയുമ്പോൾ അതിൽ പഴുപ്പും വ്രണവും സംഭവിച്ചേക്കാം. കൈക്കുഞ്ഞു മുതൽ ഏത് പ്രായക്കാരിലും രാത്രികാലങ്ങളിൽ അസഹ്യമായ ചൊറിച്ചിലോടുകൂടി, അതായത് കഴുത്തിന് താഴെ അസഹ്യമായ ചൊറിച്ചിലോടുകൂടിയാണ് ഈ രോഗം പ്രത്യക്ഷപ്പെടുക. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിലൊക്കെ തലയിലും കഴുത്തിലും കൂടെ ചൊറിച്ചിലുണ്ടാകും. രോഗിയുമായി അടുത്ത് ഇടപഴകുകയോ അവരുപയോഗിച്ച ടവല്, ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ അവരുപയോഗിച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്കും ഈ രോഗം കിട്ടുന്നത്. ഉദാഹരണത്തിന് കോമൺ ടോയ്ലറ്റ്സ് ഉപയോഗിക്കുക, പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ ആളുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങൾ, അതായത് ഹോസ്റ്റലുകൾ, ഓർഫനേജുകൾ, വൃദ്ധസദനങ്ങൾ, തൊഴിലാളി ക്യാമ്പുകൾ എന്നീ സ്ഥലങ്ങളിലൊക്കെ ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു. ഇതിന്റെ ചികിത്സ എങ്ങനെയാണ് ഡോക്ടർ? പുരട്ടുന്ന മരുന്നുകളിൽ 5% പെർമെത്രിൻ മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 20 മുതൽ 30 ഗ്രാം വരെയാണ് സാധാരണയായിട്ട് ഒരു ട്യൂബ് വരാറ്. ആ ട്യൂബ് ഒരു ദിവസം ഒരു നേരം കൊണ്ട് ഒരു മനുഷ്യൻ ഉപയോഗിച്ച് തീർക്കണം. രാത്രി കുളി കഴിഞ്ഞതിന് ശേഷം കഴുത്തിന് കീഴ്പോട്ട്, നഖത്തിനിടയിൽ, വിരലുകൾക്കിടയിൽ, കൈവെള്ളയിൽ, കാൽവെള്ളയിൽ, അങ്ങനെ ശരീരത്തിന്റെ 1 സെന്റിമീറ്റർ പോലും വിടാതെ ഫുൾ ബോഡി ഈ ക്രീം അപ്ലൈ ചെയ്യണം. അഡൽട്ടിന്റെ പകുതി വലിപ്പം വരുന്ന കുട്ടികളിൽ പകുതി ട്യൂബാണ് ഉപയോഗിക്കേണ്ടത്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മുഖവും കഴുത്തും കൂടെ നാം ഉൾപ്പെടുത്തണം. 10 മുതൽ 12 മണിക്കൂർ വരെ ശരീരത്തെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കുളിച്ച് കഴുകിക്കളയാം. അടുത്ത ദിവസം സ്ഥിരമായി ഉപയോഗിക്കുന്ന നമ്മുടെ ഡ്രസ്സ്, അടിവസ്ത്രങ്ങൾ, പില്ലോ കവർ, ബെഡ്ഷീറ്റ് എന്നിവയൊക്കെ തിളച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത് നല്ല വെയിലിൽ ഉണക്കിയെടുക്കണം. വെയിലില്ലാത്ത സമയമാണെങ്കിൽ ഇതൊക്കെ ഇസ്തിരിയിട്ടെടുക്കണം, അതായത് നല്ല ചൂടിൽ അയൺ ചെയ്തെടുക്കണം. മെത്ത, തലയിണ, ചവിട്ടി എന്നിവയൊക്കെ പുറത്ത് ഒരു ദിവസം നല്ല വെയിലത്തിടുക. പിന്നെ അതല്ലാതെ കാർ സീറ്റ് ഒക്കെ ആണെങ്കിൽ വാക്യൂം ക്ലീൻ ചെയ്യുക. അല്ല ഡോക്ടറെ, തിളച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കണം, വെറ്റിലെടുത്ത് കഴുകിയാൽ പോരെ? സോപ്പ്, ഡിറ്റർജന്റ്, ഡിസിൻഫെക്ഷൻസ് എന്നിവയൊക്കെ സ്കാബീസിനെ തടയാൻ അത്ര യൂസ്ഫുൾ അല്ല. തിളച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഷൂസ്, കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യും? ഷൂസ്, കളിപ്പാട്ടങ്ങൾ എന്നിവയൊക്കെ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി മനുഷ്യ സ്പർശം ഏൽക്കാതെ 3-4 ദിവസം കെട്ടിവെക്കുക. എല്ലാവരുടെയും എല്ലാ ഡ്രസ്സുകളും തിളച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവയൊക്കെ പ്ലാസ്റ്റിക് ബാഗിലാക്കി ഒരു 3-4 ദിവസം മനുഷ്യ സ്പർശം ഏൽക്കാത്ത ഒരു ബാഗത്ത് കെട്ടിവെച്ചാലും മതി. മനുഷ്യ സ്പർശം ഏറ്റില്ലെങ്കിൽ ഈ ജീവി 3-4 ദിവസത്തിനകം ചത്തുപൊക്കോളും. ഒരാഴ്ച കഴിഞ്ഞ് ഈ മരുന്ന് മുന്നേ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് കുളി കഴിഞ്ഞ് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളയുക. ആ രീതിയിൽ തന്നെ ആവർത്തിക്കുന്നതും ആ ആഴ്ച ഉപയോഗിച്ച വസ്ത്രങ്ങൾ തിളച്ച വെള്ളത്തിൽ തന്നെ പുഴുങ്ങിയെടുക്കുന്നതും ഈ രോഗം നിശേഷമായി മാറാൻ ഏറെ സഹായിക്കുന്നു. കുടുംബത്തിൽ ഒരാൾ രോഗബാധിതനായാൽ ആ വീട്ടിലുള്ള എല്ലാവരും ഒരേ ദിവസം തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ രോഗിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്ന് തിരിച്ച് രോഗിയിലേക്കും പരസ്പരം സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ആ റൂമിലുള്ള എല്ലാ കുട്ടികളും ഒന്നിച്ച് ട്രീറ്റ്മെന്റ് എടുക്കണം, എന്നാലേ രോഗം മാറുകയുള്ളൂ. ചെറിയ കുട്ടിക്കും ചൊറിച്ചിലില്ല, അപ്പൊ അവർക്ക് ഈ ട്രീറ്റ്മെന്റ് വേണോ? തീർച്ചയായും. ഈ ജീവി ശരീരത്ത് കയറിയാൽ ആഴ്ചകൾക്ക് ശേഷമായിരിക്കും സിംറ്റംസ് പ്രത്യക്ഷപ്പെടുക. അതുകൊണ്ട് തന്നെ സിംറ്റംസ് ഇല്ലെന്ന് കരുതി ഇൻഫെക്റ്റഡ് അല്ല എന്നർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തുള്ള എല്ലാവരും സിംറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ ദിവസം തന്നെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2 മാസം പ്രായമുള്ള കുഞ്ഞിന് ഈ മരുന്ന് സേഫ് ആണ്? 2 മാസത്തിന് മുകളിലുള്ള എല്ലാവർക്കും
5% പെർമെത്രിൻ ക്രീം സേഫ് ആണ്. അതിനും താഴെയുള്ള കുട്ടികളിൽ സൾഫർ ഓയിൻമെന്റുകളാണ് നാം ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയം മുറിയൂട്ടുമ്പോൾ മരുന്ന് കുഞ്ഞിന്റെ അകത്ത് പോകാൻ സാധ്യതയില്ലേ? ഉണ്ട്. മുലയൂട്ടുന്ന സമയത്ത് ആ ഭാഗത്തെ പെർമെത്രിൻ ക്രീം കഴുകിക്കളഞ്ഞ് മുലയൂട്ടിയതിനു ശേഷം വീണ്ടും റീഅപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ വിധം മരുന്നെടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്റെ ചൊറിച്ചിൽ മാറുമോ? ട്രീറ്റ്മെന്റ് ഒറ്റ ദിവസവും പിന്നെ അത് റിപ്പീറ്റ് ആഫ്റ്റർ 1 വീക്ക് ഒക്കെ ആണെങ്കിലും ചൊറിച്ചിൽ ഈ ഒറ്റ ദിവസം കൊണ്ട് മാറണമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് ഒരു അലർജിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ അസുഖം മാറിയാലും ചൊറിച്ചിൽ സെറ്റിൽ ചെയ്യാൻ സമയമെടുത്തേക്കാം. അതുകൊണ്ട് രോഗിയുടെ അസഹ്യമായ ചൊറിച്ചിൽ സെറ്റിൽ ചെയ്യാനുള്ള ആന്റിഹിസ്റ്റമിൻ ടാബ്ലറ്റ്സും നമ്മൾ ഈ ചികിത്സയുടെ കൂടെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ശരീരം ചൊറിഞ്ഞു പൊട്ടിപ്പഴുക്കാനും വ്രണങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അത് കിഡ്നിയെ വരെ ബാധിച്ചേക്കാം. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞതുപോലെ ട്രീറ്റ്മെന്റ് എടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് വരാം. ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ, ഡയബറ്റിസ് ഉള്ളവർ എന്നിവരിലൊക്കെ ഈ അസുഖം വളരെ പെട്ടെന്ന് പിടിപെടാനും അത് ഗുരുതരമാകാനുമുള്ള സാധ്യതകൾ കൂടുതലാണ്. അവർക്ക് പുറമേ പുരട്ടുന്ന 5% പെർമെത്രിൻ മരുന്നുകൾക്ക് പുറമെ നമ്മൾ ചിലപ്പോൾ ഓറൽ ടാബ്ലറ്റ്സും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്.